അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഇന്ന് ഞാൻ ക്ലിയർ ചെയ്തു തരാം. നമ്മളിൽ പലരും വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അലക്കുമ്പോൾ നജസുള്ളതും അല്ലാത്തതുമെല്ലാം ഒന്നിച്ച് അതിലേക്ക് ഇടുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് ശുദ്ധമാവുമോ? അത് ഉപയോഗിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ? ഇതൊരുപാട് സ്ത്രീകൾക്കും സംശയമുള്ള ഒരു ചോദ്യമാണ്. ഇതിനുള്ള ശരിയായ മസാല, നജസുള്ള വസ്തുക്കൾ 2 ഗുല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കുന്നതെങ്കിൽ വെള്ളം ആ വസ്തുവിലേക്ക് ഒഴുകുകയാണ് വേണ്ടത്. മറിച്ച് വെള്ളത്തിലേക്ക് ആ വസ്തു അങ്ങോട്ട് ഇടുന്നതോടെ ആ വെള്ളം കൂടി അശുദ്ധമായി തീരും. ഇത് തന്നെയാണ് എല്ലായിടത്തും നിയമം. വാഷിംഗ് മെഷീനിലേക്ക് നജസായ വസ്ത്രവും അല്ലാത്തതും ഒന്നിച്ച് ഇടുന്നതോടെ ആ വെള്ളം തന്നെ അശുദ്ധമാവുകയും മറ്റു വസ്ത്രങ്ങൾ കൂടി മുതനജ്ജിസ് ആയിത്തീരുകയും ചെയ്യും. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. നജസായ വസ്ത്രങ്ങൾ ആദ്യം ശ്രദ്ധമായി അതിനു മുകളിലേക്ക് വെള്ളമൊഴിച്ച് നജസിൽ നിന്നും ശുദ്ധമാക്കി എടുക്കുക. ശേഷമേ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടുള്ളൂ. മുതനജ്ജിസായ വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിച്ചാൽ ശരിയാവില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ മൂത്രമൊക്കെ ഉണ്ടോയെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. മൂത്രമുള്ള വസ്ത്രങ്ങൾ എല്ലാവരും ആദ്യം കഴുകി വൃത്തിയാക്കി ശേഷം വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുക.